സോ ക്വസ്റ്റ്യൻ നമ്പർ 22 നോക്കാം. എ ഗ്യാസ് ഓഫ് certain mass filled in a closed cylinder. ക്ലോസ്ഡ് സിലിണ്ടർ എന്ന് പറയുന്ന സമയത്ത് വോളിയം കോൺസ്റ്റന്റ് ആണ്. പ്രഷർ 3.23 കിലോ പാസ്കൽ ആണ്. ടെമ്പറേച്ചർ 50 ഡിഗ്രി ആണ്. ദ ഗ്യാസ് ഈസ് നൗ ഹീറ്റഡ് ടു ഡബിൾ ദ ടെമ്പറേച്ചർ. ഇനീഷ്യൽ ടെമ്പറേച്ചർ 50 ഡിഗ്രി സെൽഷ്യസ് ആണ്. കെൽവിനിലേക്ക് മാറ്റുമ്പോൾ 273. ഫൈനൽ ടെമ്പറേച്ചർ അതിന് ഡബിൾ ആയി എന്ന് പറയുമ്പോൾ 100 ഡിഗ്രി സെൽഷ്യസ്. കെൽവിനിലേക്ക് മാറ്റുമ്പോൾ ഇവിടെ 273 പ്ലസ് 50 വരും. ഇവിടെ 273 പ്ലസ് 100 വരുമ്പോൾ ദാറ്റ് വിൽ ഗീവ് 373. ഓർ 273 പ്ലസ് 50 വരുന്ന സമയത്ത് 323 അല്ലേ. അപ്പോൾ 323 കെൽവിനും 373 കെൽവിനുമാണ് T1 T2 വാല്യൂസ്. വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടെമ്പറേച്ചർ എന്ന് പഠിച്ചില്ലേ. സോ നമുക്കറിയാം P2 ഡിവൈഡ് ബൈ P1 എന്ന് പറഞ്ഞാൽ T2 ഡിവൈഡ് ബൈ T1 അല്ലേ. P2 ആണ് കണ്ടുപിടിക്കേണ്ടത്. പ്രഷർ എത്രയാണ്? 3.23 കിലോ പാസ്കലിനെ ഇൻറ്റു 10 ക്യൂബ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. T2വിൻ്റെ വാല്യൂ നമുക്ക് ഇട്ടിരിക്കുന്നത് 373 ആണ്. T1 323 ആണ്. നിങ്ങൾ കണ്ടോ, ഈ 323 അല്ലെങ്കിൽ 3.23 323ൽ 100 പ്രാവശ്യം പോകും അല്ലേ. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ P2 373 ഇൻറ്റു 10 ക്യൂബ് ഡിവൈഡ് ബൈ 100 വരും. 2 പൂജ്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ 3730 പാസ്കൽ എന്നുള്ള ആൻസർ കിട്ടും. 3730 പാസ്കൽ കിട്ടും. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസിലെ ഗ്യാസ് ലോവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ചോദ്യമാണ്. ബോയിൽസ് ലോ, ചാൾസ് ലോ, ഗേ-ലുസാക്സ് ലോ, അവഗാഡ്രോസ് ലോ, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻസ് ഒക്കെ വെച്ചുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അവിടെ നിന്ന് വന്നിരിക്കുന്ന ചോദ്യമാണിത് മക്കളെ. ഇത് നിങ്ങളെല്ലാവരും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. ഈ മോഡൽ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. താങ്ക്